ശരിക്കും ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗ് മാസങ്ങളും വർഷങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതുണ്ടോ? നിങ്ങൾ പറയൂ. ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പല മൂവീസും ഇറങ്ങുന്നത് ഇന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സിനുള്ളിലാണ് ഓൾ കേരള അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്കും അത് വളരെ ഈസി ആയിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ട് ഏറ്റവും ഷോർട്ട് ടൈമിൽ സെയിൽസ് കൂട്ടുന്നു, പ്രോഫിറ്റ് എടുക്കുന്നു. അപ്പോൾ ഇത് എന്ത് തന്ത്രമാണ്? ഈ തന്ത്രം നമുക്ക് ബിസിനസ് ഓണേഴ്സിന് എങ്ങനെ ഉപയോഗിക്കാം? നിങ്ങൾക്കറിയണോ? ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, ലാസ്റ്റ് വരെ കാണാം. എന്തുകൊണ്ട് പല ബിസിനസ്സുകളും മാസങ്ങളും വർഷങ്ങളും മാർക്കറ്റിംഗ് ചെയ്തിട്ടും റിസൾട്ട് ഇല്ല, അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ട്, അതൊരു ഗ്രാജുവലി ഒരു കൂടുന്നില്ല, നോർമൽ ഇതിൽ നിൽക്കുകയാണ്, പ്രോപ്പറായിട്ട് റിസൾട്ട് എടുക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള പ്രോബ്ലം ഫേസ് ചെയ്യുന്നുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ, സ്കിപ്പ് ചെയ്യാതെ. നിങ്ങൾക്കുള്ള സൊല്യൂഷൻ ഇവിടെ ഉണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് മാർക്കറ്റിംഗ് ചെയ്ത് മാക്സിമം റിസൾട്ട് എടുക്കുന്ന ഈ ട്രിക്ക് എന്താണ്? മാക്സിമം റീച്ച് ആവുന്നതിന് ഈ ഒരു ട്രിക്ക്, ഇതിൻ്റെ ഉള്ളിലുള്ള രഹസ്യം എന്താണ് നമുക്കറിയണ്ടേ? നിങ്ങൾ ഓരോ ബിസിനസ് ഓണേഴ്സും ഇത് അറിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മാർക്കറ്റിംഗ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, സെയിൽസ് കൂട്ടാൻ പറ്റും. യെസ്. അപ്പോൾ പല ബിസിനസ് ഓണേഴ്സും ചെയ്യുന്നത് എന്താ വെച്ചാൽ ബിസിനസ് ഓണറുടെ ഫേസ് മാറ്റി വെച്ചിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു, മറ്റു ടീമുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. മാസങ്ങളും വർഷങ്ങളും ഒരേപോലെ ഒരേ കാര്യം തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ചുമ്മാ പോസ്റ്റ് ഇടുക, വീഡിയോ ഇടുക, കുറച്ച് ആഡ് ചെയ്യുക, ലീഡ് എടുക്കുക, വിളിക്കുക. ആ ടെമ്പററി സൊല്യൂഷൻ ഇത് മാത്രമാണ് ഒട്ടുമിക്ക ആളുകളും. നിങ്ങൾ ആലോചിക്കുമ്പോൾ വർഷങ്ങളായാലും ചെയ്യുന്നു, എന്ത് മാറ്റമാണ് നിങ്ങൾക്കുള്ളത്? ഗ്രാജുവലി ഉള്ള ചെറിയ ചെറിയ മാറ്റമല്ലേ? പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സിനിമകൾ ഇറങ്ങി കുറച്ച് ദിവസം കൊണ്ട് തന്നെ മാക്സിമം ആളുകളിലേക്ക് എത്തുന്നു, മാക്സിമം റിസൾട്ട് എടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പോലെ ഒരു പേജ് ഉണ്ടാക്കിയിട്ട് ഈ സിനിമ പ്രൊമോഷന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര മാസങ്ങളും വർഷങ്ങളും അവർ ചെയ്തെല്ലാം റിസൾട്ട് കിട്ടുക. പക്ഷെ അവരെന്തുകൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ട് റീച്ച് എടുക്കുന്നതും ഫാസ്റ്റായിട്ട് റിസൾട്ട് എടുക്കുന്നതും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആ ട്രിക്കാണ്. അപ്പോൾ ഒരു സിനിമയുടെ ഫസ്റ്റ് പ്രൊമോഷൻ എന്ന് പറയുന്നത് അതിലെ നടന്മാർ, മെയിൻ ആയിട്ടുള്ള നടന്മാരും നടിമാരുമാണ് ആദ്യം പ്രൊമോഷന് വേണ്ടി വരുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഓൾറെഡി നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ എന്ത് ചെയ്യുന്നു, റീച്ച് ആയിട്ടുള്ള അക്കൗണ്ടുകൾ, ചാനലുകളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ചാനലുകളിൽ പോയിട്ടാണ് അവരുടെ പ്രൊമോഷൻ, അതുപോലെ തന്നെ ഇന്റർവ്യൂസോ കൊടുക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം വ്യൂവേഴ്സ് ഉള്ള അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളിൽ പോയി സംസാരിക്കും, പെട്ടെന്ന് ആളുകളിലേക്ക് എത്തും. അപ്പോൾ ഇതിന് കുറേ സമയമൊന്നും വേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊരു 5 വർഷം 10 വർഷം കൊണ്ട് എടുക്കേണ്ട റീച്ച് വെറും 10-15 ദിവസം കൊണ്ട് എടുക്കുന്ന അത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അത് അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൊണ്ടല്ല. അല്ല, ഈ ചാനലുകൾ എത്രത്തോളം ഫാസ്റ്റായിട്ട് ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാനലുകളിലൂടെ അവരെത്തുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഫെയിം വീണ്ടും വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ്സിനും ഇതുപോലെ ഷോർട്ട് ടൈമിൽ സക്സസ് ആക്കി എടുക്കാൻ സാധിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതൊരു നഷ്ടമല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് വർഷങ്ങളോട് എടുത്ത് കിട്ടേണ്ട റിസൾട്ടിനെ ഷോർട്ട് ടൈമിൽ എടുക്കുക, എന്നിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഇതാണ് ഈ എപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന മാർക്കറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇതാരും യൂസ് ചെയ്യുന്നോ നിങ്ങൾക്ക് വൻ ചേഞ്ചാണ് കൊണ്ടുവരാൻ സാധിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ സേവ് ചെയ്ത് വെക്കുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിന് അയച്ചു കൊടുക്കുക.